ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ സൗണ്ട് ലേശം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം നമ്മളൊരു ട്രിപ്പൊക്കെ പോയിട്ട് വന്നതാണ്. ആ ട്രിപ്പിൻ്റെ വ്ലോഗാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂർഗ് പ്ലസ് മൈസൂരാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇത് ചെറിയൻ്റെ ഫസ്റ്റ് ട്രാവലാണ് കേട്ടോ. നമ്മളൊരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയത്. ഉറങ്ങി എണീറ്റപ്പോൾ ഇതാണ് വ്യൂ. എനിക്ക് പൊതുവേ ഈ ഒരു ആംബിയൻസും ഇങ്ങനെ ഒരു ഗ്രീനറിയൊക്കെ നല്ല ഇഷ്ടമാണ് കാണാനൊക്കെ. പിന്നെ നമ്മളൊരു കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ ഈ ഒരു കാപ്പി മാത്രമാട്ടോ കുടിച്ചത്. എനിക്ക് അത്ര രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇത് മാത്രമാണ് കുടിച്ചത്. പിന്നെ നമ്മൾ പോകുന്ന വഴി ഇങ്ങനെ മാനും ആനേനെയൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാനിനെ കണ്ടു. തിരിച്ചു വരുമ്പോൾ നമ്മൾ ആനേനെയും കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല. നമ്മൾ ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ഇട്ട സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പോവാൻ. അറ്റ് ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു കൂർഗ് പ്ലസ് മൈസൂർ എടുത്തത്. കാരണം 2 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ 2 ദിവസം കൂർഗിൽ എക്സ്പ്ലോർ ചെയ്യാനില്ല എന്നുള്ളതിലാണ് അടുത്തായിട്ടുള്ള മൈസൂർ നമ്മൾ പിക്ക് ചെയ്തത്. കാര്യമായിട്ട് വ്ളോഗിൽ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. കാര്യം ഇതെൻ്റെ ആദ്യത്തെ ട്രാവൽ വ്ളോഗാണ്. അപ്പം പൊതുവേ എനിക്ക് ഇങ്ങനത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് അധികവും അങ്ങനത്തെ ആയിപ്പോയി എടുത്തത്. പോയിട്ടുള്ള ഒരുവിധ സ്ഥലത്തെ വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. കാര്യം ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. പക്ഷേ പോകുന്ന വഴിയുള്ള വ്യൂ നല്ല രസമായിരുന്നു കാണാൻ. ഈ ട്രാവലിൽ ഒരു സാഡ് ന്യൂസ് എന്ന് പറയാൻ എൻ്റെ വാച്ച് മിസ്സായി. അതെവിടെ മിസ്സായെന്നോ എവിടെ പോയെന്നോ ഒരു ഐഡിയ ഇല്ല. എൻ്റെ ബാഗിൽ പെർഫ്യൂം ലീക്കായിട്ട് നോക്കുമ്പോൾ വാച്ച് കണ്ട മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മിസ്സായി. നമ്മൾ കുറേ തപ്പി, പക്ഷെ അത് കിട്ടിയില്ല. ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വല്ല ആനയും വരുമെന്നാണ്. കാരണം ഇതിന് 2 സൈഡും കാടായിട്ടും പിന്നെ ആനയ്ക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടുന്ന ആ ഒരു കമ്മിയില്ലേ, അതും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചീൻ്റെ ബുദ്ധിപരമായ നീക്കത്തിൽ നമ്മൾ നടന്നിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. കാര്യം വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോവാൻ. പക്ഷെ കയറി വന്നിട്ടുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേർത്തായിരുന്നു കേട്ടോ. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാനും ഇതൊക്കെ കാണാനും ഒക്കെ. നല്ല കാറ്റും ഒക്കെ ആയിട്ട് അവിടെ ഒരു മരത്തിൻ്റെ മേലെ നിന്ന് നോക്കുന്ന വ്യൂ, അത് എനിക്കറിയില്ല, നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കാണാൻ. ഇവിടെ നിന്ന് വെറുതെ അത് നോക്കി നിൽക്കാൻ തന്നെ നല്ലൊരു സുഖമായിരുന്നു. ഇതിൽ ദൂരെ ഒരു ബോട്ട് വരുന്നത് കാണുന്നുണ്ടോ? നമ്മളതിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഓക്കെ നല്ല എസ്തറ്റിക് വീഡിയോസൊക്കെ എടുക്കാം, നല്ല വ്യൂ ഒക്കെ കിട്ടുമെന്ന്. നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ പെർ പേഴ്സൺ 600 റുപ്പീസ് എന്തോ വരും. നമ്മളെല്ലാവരും പോയി വരുമ്പോഴത്തേക്കും ഒരു 6000 റുപ്പീസ് എങ്കിലും അതിലാവും. അപ്പം നമ്മൾ വിചാരിച്ചു ആ പ്ലാൻ അങ്ങോട്ട് കളയാതെ എന്തിനാ പെള്ളയിലും ബോട്ടിലൊക്കെ പോയിട്ട് ഇവിടെയൊക്കെ നിന്ന് ഈ കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് നിന്നാൽ പോരെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അവിടെ കുറച്ചു നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഡാമിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കണ്ട ആളാണിത്. അതിൻ്റെ അടുത്ത് നിന്ന് ചായ കുടിച്ച സമയത്ത് കൂടെ വന്നതാട്ടോ. പക്ഷെ നല്ല പാവമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്കൊരു ഡൗട്ടായിരുന്നു ഇവർ വീണു പോകുമെന്നൊക്കെ. പിന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ചു, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അവർ ഡെയിലി നിൽക്കുന്നതല്ലേ എന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാനിതൊരു 3 പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കറിയാം ഇതിൽ ഒരുപാട് ട്രാവൽ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗാണ്. അടുത്ത വ്ളോഗിൽ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ ശ്രമിക്കാം.
ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്.